Hi dears, welcome to GSPED classes. I'm Radhika. Management of inclusive classroom എന്നുള്ളത് creating an inclusive school എന്ന കോഴ്സിലെ എന്ന ബുക്കിലെ 5th യൂണിറ്റ് ആണ്. അതിന്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിരുന്നു. ഹോപ്പ് യു ഓൾ have watched that and please listen carefully to this video. വീഡിയോ തുടങ്ങുന്നതിന്റെ മുൻപ് പറയുന്ന പോലെ തന്നെ ഒരു നോട്ട്ബുക്ക് എടുക്കുക, എന്നിട്ട് നമ്മളെ പോയിന്റ്സ് ഒക്കെ എഴുതിയെടുക്കുക. ഇൻക്രീസിങ് ദ ഫാമിലി ഇൻവോൾവ്മെന്റ്. നമ്മൾ സ്കൂളിലെ ക്ലാസ് റൂം മാനേജ്മെന്റിന്റെ കാര്യങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. ഇനി ഫാമിലിയെ എങ്ങനെയാണ് അതിൽ ഇൻവോൾവ് ചെയ്യിക്കാൻ പറ്റുക? ടീച്ചർ അതും കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. എങ്ങനെയൊക്കെ ഫാമിലി ഇൻവോൾവ്മെന്റ് ഉണ്ടാക്കാം. Parents and guardians must be made aware of the benefits of inclusive education. ആദ്യം പാരന്റ്സിനെ പറഞ്ഞ് മനസ്സിലാക്കണം ഈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ബെനിഫിറ്റ്സ്. അതർവൈസ് ദേ വിൽ ലുക്ക് ഫോർ സ്പെഷ്യൽ സ്കൂൾസ്. ടീച്ചേഴ്സ് ഷുഡ് ബിൽഡ് റാപ്പോ വിത്ത് ഫാമിലീസ്, എസ്പെഷ്യലി ഓഫ് ചിൽഡ്രൻ വിത്ത് ഡിസാബിലിറ്റീസ്. അതുപോലെ തന്നെ എസ്പെഷ്യലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ പാരന്റ്സുമായിട്ട് ഒരു റാപ്പോ ടീച്ചേഴ്സ് ഉണ്ടാക്കാൻ ശ്രമിക്കണം. ഒരു നല്ല ബന്ധം ടീച്ചേഴ്സ് ഉണ്ടാക്കണം. കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി സിമ്പിൾ ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ ലാംഗ്വേജ്. ഓക്കെ, പാരന്റ്സുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ വേണം ടീച്ചേഴ്സ് സംസാരിക്കാനായിട്ട്. അതൊരു സിമ്പിൾ കൺവെർസേഷനിലൂടെ ഒരു റാപ്പ് ക്രിയേറ്റ് ചെയ്യാം. സ്കൂൾ മാനേജ്മെന്റ് ഷുഡ് എൻഗേജ് വിത്ത് പ്രൊമിനന്റ് പീപ്പിൾ ഇൻ ദ നെയ്ബർഹുഡ്. അതുപോലെ തന്നെ MLA, MP അങ്ങനത്തെ ഇലക്റ്റഡ് മെമ്പേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അവരുമായിട്ടൊക്കെ ഉള്ള ഒരു റാപ്പോ അല്ലെങ്കിൽ ഒരു ബന്ധം സ്കൂൾ മാനേജ്മെന്റ് ഉണ്ടാക്കിയെടുക്കണം. This helps in spreading positive information about the school and inclusive practices. അത് നമ്മുടെ സ്കൂളിന്റെ ഡെവലപ്മെന്റിനും അതുപോലെ തന്നെ ഇൻക്ലൂസീവ് പ്രാക്ടീസിനും ഒരു നല്ലൊരു ബൂസ്റ്റ് ആണ്, നല്ലൊരു എൻകറേജ്മെന്റ് ആണ് നൽകുന്നത്. എൻഷുറിംഗ് കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ്. സൊസൈറ്റിയുടെ ഹെൽപ്പ് ഇല്ലാതെ നമുക്കൊരു ഇൻക്ലൂഷൻ അല്ലെങ്കിൽ ഇൻക്ലൂസീവ് സ്കൂൾ നടത്തിക്കൊണ്ടു പോകാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ് അതിൽ എൻഷുർ ചെയ്യാം. കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഈസ് വൈറ്റൽ ഫോർ മീനിങ് ഇൻക്ലൂഷൻ. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. Community leaders, parents, and teachers should support inclusive education. എല്ലാ സ്റ്റേക്ക് അല്ലെ, അതായത് കമ്മ്യൂണിറ്റി ലീഡേഴ്സ്, പാരന്റ്സ്, ടീച്ചേഴ്സ് എല്ലാവരും ഇത് സപ്പോർട്ട് ചെയ്യണം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. Their time and resources can help develop inclusive public schools. അപ്പോൾ ഈ കമ്മ്യൂണിറ്റിയിലെ ലീഡേഴ്സിന്റെ ഒക്കെ എന്താണ് ഇമ്പോർട്ടന്റ് ടൈം ഒക്കെ നമുക്ക് ഇതിൽ യൂട്ടിലൈസ് ചെയ്തിട്ട് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ട് ഇതുപോലത്തെ ഇൻക്ലൂസീവ് പബ്ലിക് സ്കൂൾസ് പ്രൊമോട്ട് ചെയ്യാം. പാർട്ടിസിപ്പേഷൻ ക്യാൻ ബി പ്ലാനിങ്, ഇംപ്ലിമെന്റേഷൻ ആൻഡ് റിവ്യൂ. അപ്പോൾ അവരെ എന്തിനൊക്കെയാണ് വിളിക്കേണ്ടത്? പ്ലാനിങ് അല്ലെ, ഇങ്ങനെ ഒരു സ്കൂൾ പ്ലാൻ ചെയ്യാനും അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാനും അതിനെ പറ്റിയിട്ടുള്ള റിവ്യൂ മീറ്റിംഗിലും ഒക്കെ ഈ കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ് ഉണ്ടായിരിക്കണം. UNESCO recommends various parent engagement models for inclusive education. പല രീതിയിലുള്ള മോഡൽസും യുനെസ്കോ പറയുന്നുണ്ട്. ആ രീതിയിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഇൻക്ലൂസീവ് സ്കൂൾ ദാറ്റ് കോൺസെപ്റ്റ് വിൽ ബി എ സക്സസ്ഫുൾ വൺ. Then families as activists. ഫാമിലിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? Families can form networks or associations to promote inclusive education. അല്ലെ, ഇപ്പൊ ഫാമിലിക്ക് മീൻസ് എസ്പെഷ്യലി ദ ഫാമിലി മെമ്പേഴ്സ് ഓഫ് ദി സ്റ്റുഡൻസ് വിത്ത് ഡിസാബിലിറ്റീസ്, അവർക്ക് അവരുടെ നെറ്റ്വർക്ക് മീൻസ് അവരുടെ റിലേഷൻഷിപ്പ് ഉപയോഗിച്ചിട്ട് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അതായത് ഇതുപോലെയുള്ള മറ്റു കുട്ടികളെയും കൂടെ ഈ സ്കൂളിലേക്ക് കൊണ്ടുവന്നിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. They can identify inclusive schools and partner with education authorities. അല്ലെ, ഇതുപോലെയുള്ള കുട്ടികളെ ഐഡന്റിഫൈ ചെയ്തിട്ട് അവർക്ക് അറിയുന്നുണ്ടായിരിക്കാം, മേ ബി ഹോസ്പിറ്റലിൽ പോകുമ്പോഴോ അങ്ങനെയൊക്കെ അവർ കണ്ടിട്ടുണ്ടായിരിക്കാം. അപ്പൊ ആ കുട്ടികളെയൊക്കെ വിളിച്ചു കൊണ്ടുവന്നിട്ട് they can promote inclusive education. Organizing seminars and workshops to spread awareness. അല്ലെ, ഇതുപോലെ സ്കൂളിന്റെയും അതുപോലെ കമ്മ്യൂണിറ്റിയുടെ ഒക്കെ സഹായത്തോടുകൂടെ സെമിനാറും വർക്ക്ഷോപ്പും ഒക്കെ നടത്തിയിട്ട് ഇങ്ങനെയുള്ള ഇതിന്റെ ഇൻക്ലൂസീവ് സ്കൂളിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താ എന്നുള്ളത് പാരന്റ്സിനെ അതുപോലെ തന്നെ മറ്റുള്ളവരെയും പറഞ്ഞ് മനസ്സിലാക്കാം. സപ്പോർട്ടിങ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ഓഫ് ടീച്ചേഴ്സ്. പാരന്റ്സിനും അല്ലെ ടീച്ചേഴ്സിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റും ഇതില്. ഇൻഫ്ലുവൻസിങ് പോളിസി ചേഞ്ച് ആൻഡ് പബ്ലിക് ആറ്റിറ്റ്യൂഡ്സ്. അങ്ങനെ പബ്ലിക് ആറ്റിറ്റ്യൂഡിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഫാമിലി, സൊസൈറ്റി ഒക്കെ ഇൻവോൾവ് ചെയ്യുന്നതിലൂടെ. ഫാമിലീസ് ആസ് കോൺട്രിബ്യൂട്ടേഴ്സ് ടു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ഇനി ഫാമിലിക്ക് എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് തരാൻ പറ്റും?
Families support inclusion by reinforcing learning at home. Okay, അതായത് ലേണിംഗ് അറ്റ് ഹോം, ഓക്കെ, എന്നുള്ളത്, അതായത് വീട്ടിലിരുന്നിട്ട് പഠിക്കുക എന്നുള്ള ഒരു രീതി കുട്ടികൾക്ക് എന്താ പറയാ റീഇൻഫോഴ്സ് ചെയ്യുന്നതിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ സീക്കിംഗ് ഫോർ സ്പെഷ്യൽ സ്കൂൾസ് ഇൻസ്റ്റെഡ് ഓഫ് ഇൻക്ലൂസീവ് സ്കൂൾസ്. അതുപോലെ തന്നെ ഈ എന്താ പറയാ ലേണിംഗ് അറ്റ് ഹോമും അവർ ചിലപ്പോൾ പ്രൊമോട്ട് ചെയ്യും. അപ്പൊ അങ്ങനെയൊന്നുമല്ല, ഇൻക്ലൂസീവ് സ്കൂളിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദേ എൻകറേജ് ഇൻക്ലൂസീവ് പ്രാക്ടീസസ് വിത്ത് ദെയർ കമ്മ്യൂണിറ്റീസ്. ഫാമിലി ഉൾക്കൊള്ളുന്ന സമൂഹത്തിലും അത് ആ ഒരു മെസ്സേജ് അവിടെ സ്പ്രെഡ് ആവും. ഹെൽപ്പ് ഇൻ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ഓഫ് ദ ചൈൽഡ്. അത് ചൈൽഡിന്റെ, അതായത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വരും എന്താണ് സ്പെഷ്യൽ സ്കൂളിൽ പോയതിനേക്കാളും ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ്, എല്ലാ തരത്തിലുള്ള ഒരു ഡെവലപ്മെന്റും കുട്ടിക്ക് ഉണ്ടാവും. എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ. ഈ ഒരു കാര്യങ്ങളൊക്കെ പാരന്റ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പൊ അവർക്ക് ആ സൊസൈറ്റിയിൽ അങ്ങനത്തെ കുട്ടികളെ തന്നെ ഐഡന്റിഫൈ ചെയ്യാനും അവരെ ഈ ഇൻക്ലൂഷനിലേക്ക് കൊണ്ടുവരാനും ഒക്കെ സാധിക്കുന്നു. പ്രൊമോട്ട് പോസിറ്റീവ് മൈൻഡ് സെറ്റ് ടുവാർഡ്സ് ഡിസാബിലിറ്റീസ്, അല്ലെ? അപ്പൊ ഈ ഡിസാബിലിറ്റിയോട് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് പാരന്റ്സിന് പിന്നെ ഉണ്ടാവുന്നത്. അതായത് നമ്മുടെ കുട്ടികൾ മോശക്കാരല്ല, അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല, അവരെയും മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാം എന്നുള്ള രീതിയിലുള്ള ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് പാരന്റ്സിന് ഉണ്ടാവുന്നു. സ്ട്രെങ്തൻ ദ ലേണിംഗ് എക്സ്പീരിയൻസ് ത്രൂ ഹോം സപ്പോർട്ട്. അപ്പൊ വീട്ടിലും, അല്ലെ, റീഇൻഫോഴ്സ് ലേണിംഗ് അറ്റ് ഹോം. അപ്പൊ വീട്ടിലും ഇരുത്തി പഠിപ്പിക്കാൻ, അതായത് സ്കൂളിന്റെ ഒരു കോംപ്ലിമെന്ററി ഹോംവർക്ക് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ആ കോംപ്ലിമെന്ററി വർക്ക്സ് ഒക്കെ പാരന്റ്സിന് ചെയ്യാനും പറ്റും. കാരണം അവർക്കും അതിലൊരു പങ്കുണ്ട്. ഈ മറ്റു കുട്ടികളുടെ കൂടെ ഇവർ ഇരുന്ന് കഴിഞ്ഞാൽ ഇവർക്കൊരു പക്ഷേ അവരുടെ കൂടെ എത്താൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ ഹോംവർക്ക് അല്ലെങ്കിൽ വീട്ടിൽ കുറച്ചും കൂടെ പാരന്റ്സ് ശ്രദ്ധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടെ ക്രിയേറ്റീവ് ആൻഡ് ഇഫക്റ്റീവ് ആക്കാൻ പറ്റും. Schools, families and communities as partners. Collaboration involves sharing information about inclusive education. അതായത് സ്കൂളുകളും ഫാമിലികളും കമ്മ്യൂണിറ്റികളും എല്ലാവരും കൂടെ ഒരു പങ്കാളിത്തത്തോടു കൂടെ വേണം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എല്ലാവരും തമ്മിൽ ഒരു ഷെയറിങ്, ഇൻഫർമേഷൻ ഷെയറിങ് ഉണ്ടായിരിക്കണം. അതായത് ഒരു കൊളാബറേറ്റീവ് വർക്കാണത്. ഫാമിലി സപ്പോർട്ട് ചിൽഡ്രൻസ് ലേണിംഗ് ബിയോണ്ട് ദ ക്ലാസ് റൂം. ഇപ്പൊ നമ്മൾ വീട്ടിലിരുത്തി പഠിപ്പിക്കുക, വീട്ടിലിരുത്തി പറഞ്ഞ സ്കൂളിൽ വരാതെയല്ല, അതായത് ഫോർ എക്സാമ്പിൾ ഹോംവർക്കോ അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു കോംപ്ലിമെന്ററി ലേണിംഗ് കുട്ടികൾക്ക് കൊടുക്കുക വീട്ടിലിരുത്തിയിട്ട്. ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഫീഡ്ബാക്ക് ആൻഡ് ഡയലോഗ് ഷുഡ് ബി റെഗുലർ. അതായത് ഫീഡ്ബാക്ക്, അല്ലെ, നിത്യേന ഫീഡ്ബാക്ക് കൊടുക്കണം. അത് ടീച്ചേഴ്സിനും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതായത് എങ്ങനെയാ കുട്ടി പഠിക്കുന്നുണ്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ, സോ ദിസ് കോൺവെർസേഷൻ വിൽ ബി വെരി ഹെൽപ്ഫുൾ ഇൻ ദി ഡെവലപ്മെന്റ് ഓഫ് ദീസ് സ്റ്റുഡൻസ്. ക്ലിയർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് റോൾസ് എക്സ്പെക്ടേഷൻസ് എൻഹാൻസസ് കോപ്പറേഷൻ. അതുപോലെ തന്നെ പാരന്റ്സ് അവരുടെ റോള് മനസ്സിലാക്കി ഈ പാർട്ടിസിപ്പേറ്റീവ് അല്ലെങ്കിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യണം. ഓപ്പൺ ആൻഡ് ഡെമോക്രാറ്റിക് കമ്മ്യൂണിക്കേഷൻ ഈസ് കീ ടു സക്സസ്. അതായത് അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ദേ കൻ ഓപ്പൺലി ടെൽ ഇറ്റ് ടു ദ ടീച്ചർ ഓർ ദ സ്കൂൾ അതോറിറ്റീസ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇത് മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു എൻഡ് അതിനുണ്ടാവുന്നത്. ഫാമിലി സപ്പോർട്ടിങ് അതർ ഫാമിലീസ്. ഓക്കെ, ഈ ഫാമിലിക്ക് മറ്റുള്ള ഫാമിലികളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? എങ്ങനെയാണത്? പിയർ ഫാമിലീസ് ഹെൽപ്പ് ദോസ് വിത്ത് ചിൽഡ്രൻ വിത്ത് ഡിസാബിലിറ്റീസ്. അതുപോലെ തന്നെ അതായത് ഒരു സ്കൂളിൽ PTA മീറ്റിംഗ് വിളിക്കുമ്പോൾ പല രീതിയിലുള്ള കുട്ടികളുണ്ട്, അതുപോലെ തന്നെ പല രീതിയിലുള്ള പാരന്റ്സ് ഉണ്ട്. അപ്പൊ പരസ്പരം ഒരു സഹായം ഇവർ തമ്മിൽ ഉണ്ടായിരിക്കണം. വാല്യുബിൾ ഫോർ പുവർ, ഐസൊലേറ്റഡ് ഓർ ലിംഗ്വിസ്റ്റിക്കലി ഡൈവേഴ്സ് ഫാമിലീസ്. അതുപോലെ തന്നെ പാവപ്പെട്ട അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ഫാമിലികളെയൊക്കെ സപ്പോർട്ട് ചെയ്യണം. എക്സ്പീരിയൻസ്ഡ് ഫാമിലീസ് ക്യാൻ ഓഫർ ഇമോഷണൽ ആൻഡ് പ്രാക്ടിക്കൽ സപ്പോർട്ട്. ഇപ്പം ഇപ്പൊ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ ഫാമിലി, അപ്പൊ വേറൊരു അതുപോലത്തെ ഒരു ഫാമിലി മെമ്പർ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ചില ആളുകൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും. മീൻസ് അവര് ഈ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോയതാവും. സ്വന്തം കുട്ടി ഇങ്ങനത്തെ ഒരു ഡിസേബിൾഡ് ആയിട്ട് വരിക എന്ന് പറഞ്ഞു വെച്ചാൽ നോ പാരന്റ് ക്യാൻ സഫർ, അവർക്കൊരു ഗ്രീഫ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അവർക്ക് എന്താണ് അവരുടെ അനുഭവമൊക്കെ പറഞ്ഞ് ഇവരെ സപ്പോർട്ട് ചെയ്യാനും ആശ്വസിപ്പിക്കാനും ഒക്കെ പറ്റും. ബിൽഡ്സ് എ സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി ആൻഡ് ഷെയർഡ് റെസ്പോൺസിബിലിറ്റി. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ടീച്ചറിന്റെയോ സ്കൂളിന്റെയോ ആവശ്യമല്ല, ഇറ്റ് ഈസ് എ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി. എൻഹാൻസസ് അവയർനെസ് ആൻഡ് അക്സെപ്റ്റൻസ് എമംഗ് ഫാമിലീസ്. ആളുകളുടെ ഇടയിൽ ഒരു അവയർനെസ്സും അക്സെപ്റ്റൻസ് ടു വാട്ട്, ടു ദ
ഇൻക്ലൂസീവ്നെസ് അതെല്ലാം ഉണ്ടാവണം. ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ് ഇൻ സ്കൂൾ ഗവേണൻസ് ആൻഡ് മാനേജ്മെന്റ്. ഇനി ഇവർക്ക് എങ്ങനെയൊക്കെ സ്കൂൾ ഗവേണൻസിനെയും മാനേജ്മെന്റിനെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും? ഫാമിലീസ് പാർട്ടിസിപ്പേറ്റ് ഇൻ സ്കൂൾ ലെവൽ ഡിസിഷൻ മേക്കിംഗ്. PTA മീറ്റിംഗിലൊക്കെ ഫാമിലിക്ക് അല്ലെങ്കിൽ പാരന്റ്സിന് അഭിപ്രായം പറയാം. ഇൻവോൾവ്മെന്റ് ഇൻ ഡെയിലി ആക്ടിവിറ്റീസ് സ്ട്രെങ്തൻസ് അക്കൗണ്ടബിലിറ്റി. അവർക്ക് വേണമെങ്കിൽ ഡെയിലി സ്കൂൾ വിസിറ്റ് ചെയ്യാം, ഡെയിലി ടീച്ചറിനെ ഫോൺ ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടെ ഇഫക്റ്റീവ് ആവും ആ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എംപവർമെന്റ് ലീഡ്സ് ടു ഇഫക്റ്റീവ് ചേഞ്ച്. അപ്പോൾ ഇതൊരു ഇഫക്റ്റീവ് ചേഞ്ച് ആണ് കൊണ്ടുവരുന്നത് ഇൻക്ലൂസീവ്നെസ്സിന് അല്ലെങ്കിൽ ഈ ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്. എൻഗേജ്മെന്റ് ഈസ് മോർ ദാൻ അസൈനിങ് റോൾസ്, ഇറ്റ്സ് അബൌട്ട് ഷെയർഡ് പ്രോസസ്. അതായത് എൻഗേജ്മെന്റ് എന്നുള്ള കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവരെല്ലാ കാര്യത്തിലും സ്കൂളിന്റെ എല്ലാ കാര്യത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ അവർക്കും ഇതിലൊരു പങ്കാളിത്തമുണ്ട്. ഇത് സക്സസ്ഫുൾ ആക്കാൻ അവർക്കും മീൻസ് പാരന്റ്സിനും കമ്മ്യൂണിറ്റിക്കും ഒക്കെ നല്ലൊരു റോൾ ഉണ്ട് എന്ന് അവർ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. റെഗുലർ കമ്മ്യൂണിക്കേഷൻ ക്ലാരിഫൈസ് റോൾസ് ആൻഡ് ഇംപ്രൂവ്സ് പാർട്ടിസിപ്പേഷൻ. റെഗുലർ കമ്മ്യൂണിക്കേഷൻ എന്താണ് ഉണ്ടാവുന്നത്? ആ ഒരു ബോണ്ട് വളരെ സ്ട്രോങ് ആക്കുന്നു. അവരുടെ പാർട്ടിസിപ്പേഷൻ എന്താണ്, അവരുടെ റോൾ എന്താണെന്ന് അവർക്ക് മനസ്സിലാവുന്നു. അതുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നു. ടീച്ചേഴ്സ് റോൾ ഇൻ ഇൻക്ലൂഷൻ ഓഫ് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്. ഇനി ടീച്ചറിന്റെ റോൾ എന്താണ്? ടീച്ചേഴ്സ് പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ ഐഡന്റിഫൈങ് ആൻഡ് സപ്പോർട്ടിങ് ചിൽഡ്രൻ വിത്ത് ഡിസാബിലിറ്റീസ്. ടീച്ചർക്കാണ് ഏറ്റവും വലിയ റോൾ ഉള്ളത് അല്ലെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നതിൽ. ദേ ക്രിയേറ്റ് ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്ലാൻസ്, IEPS അല്ലെ. ഓരോ കുട്ടിക്കും പ്രത്യേക അറ്റൻഷൻ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പ്ലാൻ അവർ റെഡിയാക്കണം. മേക്ക് അക്കോമഡേഷൻസ് ലൈക്ക് ബ്രെയിൽ, ലാർജ് പ്രിന്റ് ഓർ മാഗ്നിഫയേഴ്സ് അല്ലെ. വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവർ ഒരുക്കണം. ടെക്നോളജി അതിനനുസരിച്ചിട്ട് അവർ ഉപയോഗിക്കണം. ഫോസ്റ്റർ ഇൻക്ലൂഷൻ ത്രൂ പ്രോപ്പർ ക്ലാസ് റൂം സപ്പോർട്ട്. അതുപോലെ തന്നെ ക്ലാസ് റൂം സപ്പോർട്ടിലൂടെ തന്നെ ഇവരെ നമ്മൾ ഒഴിവാക്കാൻ പാടില്ല ക്ലാസ് റൂമിൽ. ഇവർക്ക് എപ്പോഴും തോന്നണം ടീച്ചർ ഈസ് അറ്റൻഡിങ് ദം. മെയിൻറ്റെയിൻ കോണ്ടാക്ട് വിത്ത് ഫാമിലീസ് ഫോർ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്. പാരന്റ്സുമായിട്ട് നിരന്തരം കോണ്ടാക്ട് ചെയ്യണം. അപ്പോഴാണ് ആ ഒരു ബോണ്ട് ഉണ്ടാവുള്ളൂ വിത്ത് പാരന്റ്സ് ആൻഡ് ഫാമിലീസ്. ഐഡന്റിഫിക്കേഷൻ ഓഫ് ചിൽഡ്രൻ വിത്ത് ഡിസാബിലിറ്റീസ് ഇൻ ദ ക്ലാസ് റൂം. അതെങ്ങനെയാണ് നടക്കുന്നത്? ഐഡന്റിഫൈങ് സോഷ്യൽ, ഇമോഷണൽ, ബിഹേവിയറൽ ആൻഡ് അക്കാഡമിക് സ്ട്രെങ്സ് അല്ലെ. അതായത് കുട്ടിയുടെ സോഷ്യൽ, ഇമോഷണൽ ബിഹേവിയർ എങ്ങനെയൊക്കെയാണ്. ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ ചില കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതിനുള്ള ഒരു അപ്രോച്ച്, മേ ബി അവരുടെ ട്രോമ കാരണമായിരിക്കാം, അത് ടീച്ചർ മനസ്സിലാക്കി അതിനുള്ള ഒരു അപ്രോച്ച് ടീച്ചർ എടുക്കണം. ഓക്കെ, അവർക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും, അവരുടെ വീക്ക്നെസ് എന്താണ്, ഓക്കെ അവരുടെ സ്ട്രെങ്ത് എന്താണെന്നൊക്കെ ടീച്ചർ മനസ്സിലാക്കണം. അതിന് വേണമെങ്കിൽ ടെസ്റ്റ് ഒക്കെ നടത്താം, അല്ലെങ്കിൽ ഒരു ഡിക്റ്റേഷൻ, അങ്ങനത്തെ ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് ഒക്കെ നടത്തിയിട്ട് ടീച്ചർക്ക് അത് മനസ്സിലാക്കാൻ ത്രൂ കോൺവെർസേഷൻസ് അല്ലെ. അവരുമായിട്ട് കുറച്ചു നേരം വർത്തമാനം പറഞ്ഞാൽ തന്നെ ടീച്ചർക്ക് അത് മനസ്സിലാവും. കൺസൾട്ട് വിത്ത് പാരന്റ്സ് ആൻഡ് കെയർ ഗിവേഴ്സ് ഫോർ ഡീറ്റെയിൽഡ് ഇൻസൈറ്റ്. കൂടുതൽ അവരെ പറ്റി അറിയാനായിട്ട് പാരന്റ്സിനെയോ കെയർ ടേക്കേഴ്സിനെയോ ഒക്കെ സമീപിക്കാം. ഡെവലപ്പ് IEP ആൻഡ് മേക്ക് നെസസറി അക്കോമഡേഷൻസ് അല്ലെ. ഇൻഡിവിജ്വലൈസ്ഡ് അറ്റൻഷൻ കൊടുക്കുക, അതുപോലെ തന്നെ അക്കോമഡേഷൻസ് അല്ലെ. അവരുടെ ആ ഒരു രീതിയിലേക്ക് ഇറങ്ങി ചെന്ന് പഠിപ്പിക്കാൻ നോക്കുക. പ്രൊവൈഡ് ടൂൾസ് ലൈക്ക് മാഗ്നിഫയേഴ്സ് ആൻഡ് ബ്രെയിൽ മെറ്റീരിയൽസ് അല്ലെ. ടെക്നോളജി അസിസ്റ്റ് ചെയ്യുന്ന എഡ്യൂക്കേഷൻ ആണ്, അപ്പൊ ആ രീതിയിലുള്ള ടെക്നോളജീസ് ഉപയോഗിക്കുക. ഓഫർ വാരീഡ് ലെവൽസ് ഓഫ് അസിസ്റ്റൻസ് ബേസ്ഡ് ഓൺ നീഡ്. അപ്പോൾ ഇതുപോലെ തന്നെ പല ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവർക്ക് അസിസ്റ്റൻസ് കൊടുക്കുക, അവരെ സപ്പോർട്ട് ചെയ്യുക. കോപ്പറേറ്റീവ് ലേണിംഗ്, എൻകറേജ് ഗ്രൂപ്പ് ടാസ്ക് ആൻഡ് ഷെയർ ലേണിംഗ്. അപ്പൊ നമ്മളുടെ ക്ലാസ്സിൽ എപ്പോഴും ആക്ടിവിറ്റി ഉണ്ടാവും. ആക്ടിവിറ്റി ഉണ്ടാവുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഗ്രൂപ്പ് ആക്കുകയാണ് സ്റ്റുഡൻസിനെ. അതെന്തിനാണ്? ഇൻ ഓർഡർ ടു പ്രൊമോട്ട് കോപ്പറേറ്റീവ് ലേണിംഗ്. അതായത് അവർ തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ വേണം അല്ലെ. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രൂപ്പ് ആക്ടിവിറ്റി കൊടുക്കുന്നത്. അപ്പൊ പ്രൊമോട്ട് പിയർ ലേണിംഗ് ആൻഡ് ഈക്വൽ പാർട്ടിസിപ്പേഷൻ. അതുപോലെ തന്നെ പിയർ ലേണിംഗും, മറ്റുള്ള കുട്ടികൾ പഠിക്കുന്ന കുട്ടികളും പഠിക്കാത്ത കുട്ടികളും പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് അക്കാഡമിക് ലെവലിലുള്ള കുട്ടികൾ തമ്മിലുള്ള മിക്സിംഗ് അപ്പാണ് ഗ്രൂപ്പിൽ ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവരുടെ ഫ്രണ്ട്സിൽ നിന്ന് തന്നെ പഠിക്കാനുള്ള ഒരു അവസരം അവർക്ക് ലഭിക്കും. ഹെൽപ്പ് സ്റ്റുഡൻസ് അപ്രീഷിയേറ്റ് ഡൈവേഴ്സിറ്റി. പല തരത്തിലുള്ള കുട്ടികളുണ്ട് എന്നവർ മനസ്സിലാക്കുന്നു, അവരെ ഉൾക്കൊള്ളാൻ കുട്ടികൾ പഠിക്കുന്നു. ബിൽഡ്സ് കോൺഫിഡൻസ് ഇൻ ഓൾ സ്റ്റുഡൻസ്, എൻഹാൻസസ് സോഷ്യൽ സ്കിൽസ് ആൻഡ് എംപതി. അങ്ങനെ മറ്റുള്ളവരുടെ പ്രോബ്ലം മനസ്സിലാക്കാനും കുട്ടികൾക്കൊരു കഴിവുണ്ടാകുന്നു. മോഡിഫൈഡ് അസൈൻമെന്റ്സ് ആൻഡ് മാർക്കിംഗ്. എന്താണ് മോഡിഫൈഡ് അസൈൻമെന്റ്സ്? അഡാപ്റ്റ് അസൈൻമെന്റ്സ് ടു സ്യൂട്ട് ലേണേഴ്സ് എബിലിറ്റീസ്. നമ്മൾ പറഞ്ഞില്ലേ, മോഡറേറ്റ്
കരിക്കുലൊക്കെയാണ് അവിടെ കൊണ്ടുവരേണ്ടത്. കുട്ടിയുടെ എബിലിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു അസൈൻമെന്റുകൾ, വർക്കുകളാണ് കൊടുക്കേണ്ടത്. യൂസ് ഡൈവേഴ്സ് അസസ്മെന്റ് മെത്തേഡ്സ്. പലർക്കും പല രീതിയിലുള്ള ഒരു അസസ്മെന്റ് മെത്തേഡ് അവരുടെ എബിലിറ്റി അനുസരിച്ചിട്ട്. പ്രൊവൈഡ് ക്ലിയർ ആൻഡ് കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക്. കുട്ടികൾക്ക് ഫീഡ്ബാക്ക്, അതായത് ശരിയാണോ തെറ്റാണോ, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, എങ്ങനെയൊക്കെ ഇത് ഇംപ്രൂവ് ചെയ്യാം, അതിന്റെ ഫീഡ്ബാക്ക് ഒക്കെ നിരന്തരം കോൺസ്റ്റന്റ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കാം. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ കോണ്ടന്റ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ലാംഗ്വേജ് യൂസ്. അല്ലെ, അതുപോലെ തന്നെ സിലബസ് എങ്ങനെ മനസ്സിലാക്കാം, ലാംഗ്വേജ് എങ്ങനെ അവർക്ക് അക്വയർ ചെയ്യാം, ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ടീച്ചർ പറഞ്ഞു കൊടുക്കാം. അവര് പേഴ്സണലൈസ്ഡ് ടീച്ചിങ് നടത്താം. അല്ലെ, പേഴ്സണലി അവരുടെ അടുത്ത് പോയിട്ട് സംസാരിക്കുക, അവര് എൻകറേജ് ചെയ്യുക, ഇതൊക്കെ ടീച്ചർക്ക് ക്ലാസ്സിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അവോയ്ഡ് ഗ്രേഡ് ബേസ്ഡ് കോമ്പറ്റീഷൻ ദാറ്റ് കൻ ഹേർട്ട് എ സെൽഫ് എസ്റ്റീം. ഒരു പക്ഷെ എല്ലാവരും A+ വാങ്ങണം എന്ന് പറഞ്ഞു വെച്ചാൽ ഇറ്റ് വോണ്ട് ഹാപ്പൻ ഇൻ എനി സ്കൂൾ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, ആ രീതിയിൽ കുട്ടികളെ ഹേർട്ട് ചെയ്യാതിരിക്കുക. അവർക്ക് പറ്റുന്ന എബിലിറ്റിയിൽ അവർ മാക്സിമൈസ് ചെയ്തിട്ട് പഠിക്കട്ടെ. ഈ രീതിയിലുള്ള ഒരു സപ്പോർട്ടാണ് ടീച്ചർ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അഡ്രസ്സിംഗ് പാരന്റൽ കൺസേൺസ്. കീപ് പാരന്റ്സ് ഇൻഫോംഡ് അബൌട്ട് ചിൽഡ്രൻസ് പ്രോഗ്രസ്. അതായത് കുട്ടികളുടെ പാരന്റ്സിനെ അറിയിക്കുക എപ്പോഴും. അല്ലെ, കുട്ടികളുടെ പ്രോഗ്രസ് എങ്ങനെയാണ്, അവരുടെ പഠിത്തം എങ്ങനെയാണ്, ഇങ്ങനെ പാരന്റ്സുമായിട്ട് നിരന്തരം ഒരു സമ്പർക്കം ഉണ്ടാക്കുക. റിസോൾവ് ഡൗട്ട്സ് റിഗാർഡിംഗ് ക്ലാസ് റൂം കണ്ടക്ട്. അല്ലെ, കുട്ടികൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതപ്പൊ തന്നെ ക്ലിയർ ചെയ്യുക. അതുപോലെ തന്നെ പാരന്റ്സിന് ചിലപ്പോൾ ഈ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള ഒരു കൺസേൺ ഉണ്ടായിരിക്കും, എങ്ങനെ നടക്കുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ക്രിയേറ്റ് കംഫർട്ട് ആൻഡ് ട്രസ്റ്റ് ത്രൂ റെഗുലർ അപ്ഡേറ്റ്സ്. അല്ലെ, അപ്പൊ റെഗുലർ അപ്ഡേറ്റ്, അറ്റൻഡൻസ് ആയാലും അല്ലെങ്കിൽ ഇപ്പൊ മാർക്കിന്റെ കാര്യങ്ങളായാലും, ഡിക്റ്റേഷനോ എന്തെങ്കിലും സ്പെഷ്യൽ ടെസ്റ്റോ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ മാർക്കിന്റെ കാര്യങ്ങളായാലും ഒക്കെ പാരന്റ്സിനെ നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇൻക്ലൂഡ് പാരന്റ്സ് ഇൻ പ്ലാനിങ് ആൻഡ് ഫീഡ്ബാക്ക്. ഓക്കെ, എന്നിട്ട് പാരന്റ്സിന് ഫീഡ്ബാക്ക്, അതായത് അവരുടെ ഫീഡ്ബാക്കും എടുത്ത് അതിനനുസരിച്ചിട്ട് പിന്നെ മുന്നോട്ട് പോവുക. എംപവർ ദം ടു സപ്പോർട്ട് ലേണിംഗ് അറ്റ് ഹോം. അതുപോലെ തന്നെ വീട്ടിലിരുത്തി പഠിപ്പിക്കുക, അങ്ങനെ പഠിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പാരന്റ്സിനോട് ചോദിക്കുക. ദെൻ വാരിഡ് ഇൻസ്ട്രക്ഷണൽ ഫോർമാറ്റ്സ്. എന്തൊക്കെയാണ്, കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടി വരും ഇൻസ്ട്രക്ഷനിൽ. യൂസ് ഡിഫറെന്റ് ഫോർമാറ്റ്സ്, വിഷ്വൽ, ഓഡിറ്ററി ആൻഡ് കൈനസ്തെറ്റിക്. അതായത് ചില കുട്ടികൾക്ക് വിഷ്വൽ ഇഷ്യൂ ആയിരിക്കും, ഓഡിറ്ററി ഇഷ്യൂ ആയിരിക്കും, കൈനസ്തെറ്റിക് അതായത് മൂവ്മെന്റ് ഇഷ്യൂ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള മെറ്റീരിയൽസ് വേണം അവർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. എംപ്ലോയ് ടൂൾസ് ലൈക്ക് ഇന്ററാക്റ്റീവ് ബോർഡ്സ് ആൻഡ് സ്റ്റുഡന്റ് ലെഡ് പ്രസന്റേഷൻ. ഇന്ററാക്റ്റീവ് ബോർഡ് ഒക്കെ യൂസ് ചെയ്യുക. അതൊക്കെ എന്താണ്, മോഡേൺ ടീച്ചിങ് എയ്ഡാണ്, ഡിജിറ്റൽ ടീച്ചിങ് എയ്ഡാണ്. അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കുറച്ചും കൂടെ, അതായത് കുറച്ചും കൂടി ഡിജിറ്റലി ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കുട്ടികളെ പഠിപ്പിക്കാം. ടൈലർ ഇൻസ്ട്രക്ഷൻ ടു മാച്ച് ലേണിംഗ് സ്റ്റൈൽസ് എന്ന് വെച്ചാൽ കുട്ടികളുടെ ആപ്റ്റിറ്റ്യൂഡിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ കഴിവിനനുസരിച്ച് ടീച്ചിങ് മെത്തേഡ് മാറ്റാം. സ്കൂൾസ് ഷുഡ് പ്രൊവൈഡ് ട്രെയിനിങ് ടു ടീച്ചേഴ്സ്. അല്ലെ, അതിനു വേണ്ടിയിട്ട് ടീച്ചേഴ്സിന് പ്രത്യേക ട്രെയിനിങ് കൊടുക്കണം. കാരണം ഈ കുട്ടികളെ ഹാൻഡിൽ ചെയ്യേണ്ടത് എങ്ങനെയാണ്, എന്തൊക്കെ മെത്തേഡ്സ് ആണ് ഉപയോഗിക്കേണ്ടത്, എന്ത് ടെക്നോളജിയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾക്ക് ടീച്ചർക്ക് വ്യക്തമായൊരു ധാരണ സ്കൂൾ അതോറിറ്റീസ് ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്. പ്രൊമോട്ട് ക്രിയേറ്റിവിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി ഇൻ ടീച്ചിങ്. ഞാൻ എങ്ങനെ ടീച്ച് ചെയ്യൂ എന്ന് വിചാരിച്ചിട്ട് ടീച്ച് ചെയ്യല്ല, കുട്ടികൾക്ക് എന്താണ് ആവശ്യം, അവർക്ക് എങ്ങനെയാണ് ഞാൻ പഠിപ്പിച്ചാൽ മനസ്സിലാവുക എന്ന് ആലോചിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ നമ്മുടെ ടീച്ചിങ് മെത്തേഡ് ടൈലർ ചെയ്യുക അല്ലെങ്കിൽ ആൾട്ടർ ചെയ്യുക. കൊളാബറേറ്റീവ് അപ്രോച്ച്. ടീച്ചേഴ്സ് കൊളാബറേറ്റ് വിത്ത് പിയേഴ്സ് ആൻഡ് സ്പെഷ്യലിസ്റ്റ്. അല്ലെ, അതായത് ടീച്ചറിനും അതുപോലെ തന്നെ എന്താണ് സ്പെഷ്യലിസ്റ്റുകളുമായിട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ സ്കൂൾ ടീച്ചേഴ്സുമായിട്ടൊക്കെ വേണമെങ്കിൽ അവർക്ക് കൊളാബറേറ്റ് ചെയ്തിട്ട് പഠിപ്പിക്കാവുന്നതാണ്. ജോയിന്റ് പ്ലാനിങ് എൻഹാൻസസ് ലെസൺ ക്വാളിറ്റി. അപ്പൊ അത് അവരുടെ എന്താ പറയാ, ടീച്ചിങ്ങിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യും. ഷെയർ സ്ട്രാറ്റജീസ് ആൻഡ് എക്സ്പെർട്ടൈസ്. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും സ്ട്രാറ്റജി ക്ലാസ് റൂമിൽ നല്ലതായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുക, അവരെടുക്കുന്ന കാര്യങ്ങൾ നമ്മളും അഡാപ്റ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് നമ്മുടെ ക്വാളിറ്റി ഓഫ് ടീച്ചിങ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുക. എൻഗേജ് പാരന്റ്സ് ആൻഡ് കമ്മ്യൂണിറ്റി ഇൻ ലേണിംഗ് പ്രോസസ്. ഈ ലേണിംഗ് പ്രോസസ്സിൽ സ്കൂളിന്റെ കാര്യങ്ങളിലേക്ക് പാരന്റ്സിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. ക്രിയേറ്റ് ആക്സസിബിൾ ലേണിംഗ് മോഡൽസ്. അല്ലെ, എന്നിട്ട് നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ നമ്മുടെ ടീച്ചിങ് മെത്തേഡ് മാറ്റിയിട്ടും ഒക്കെ പല രീതിയിലുള്ള ലേണിംഗ് മോഡൽസും ക്രിയേറ്റ് ചെയ്യുക. ടെക്നോളജിക്കലി ആവാം, അല്ലാത്ത രീതിയിലാവാം, അങ്ങനെയൊക്കെ ചെയ്തിട്ട് ടീച്ചിങ് ലേണിംഗ് പ്രോസസ് ഇഫക്റ്റീവ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആക്കി മാറ്റുക.
കറിക്കുലം അഡാപ്റ്റേഷൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു 4th യൂണിറ്റിൽ. ഐഡന്റിഫൈ സ്റ്റുഡൻറ് സ്ട്രെങ്ത് ആൻഡ് നീഡ്സ്, അല്ലെ, കുട്ടികളുടെ ആവശ്യം എന്താണെന്ന് ടീച്ചർ മനസ്സിലാക്കുക. മോഡിഫൈ ലെസൺസ് യൂസിങ് വിഷ്വൽസ് ആൻഡ് സിംബൽസ്, അതിനനുസരിച്ചിട്ട് നമ്മുടെ ലെസൺസ്, അല്ലെ, ചിലപ്പോൾ വീഡിയോ ആയിരിക്കും, അപ്പൊ വീഡിയോ കാണാൻ പറ്റാത്ത വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഓഡിയോ മതി, ഇപ്പൊ ചെവി കേൾക്കാത്ത ആളുകൾക്കാണെങ്കിൽ സബ് ടൈറ്റിൽ വേണ്ടി വരും. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ടീച്ചർ ശ്രദ്ധിക്കാം. യൂസ് ഹൈലൈറ്റഡ് ആൻഡ് എൻലാർജ്ഡ് ടെക്സ്റ്റ്, വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള കുറച്ച് കാഴ്ചയുള്ള ആൾക്കാർ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അവർക്ക് ചെറിയ അക്ഷരങ്ങൾ കാണാൻ പറ്റില്ല. ഇപ്പൊ എൻലാർജ്ഡ് ഇന്ററാക്റ്റീവ് ബോർഡൊക്കെ ആണെങ്കിൽ ഇറ്റ്സ് ഈസി. പ്രൊവൈഡ് ഡിഫറൻഷിയേറ്റഡ് റീഡിംഗ് മെറ്റീരിയൽസ്, അല്ലെ, ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള റീഡിംഗ് മെറ്റീരിയൽ ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാവർക്കും ഒരുപോലെയുള്ള റീഡിംഗ് മെറ്റീരിയൽ ആവുമ്പോൾ എല്ലാവർക്കും വായിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. എലോ മൾട്ടിപ്പിൾ മീൻസ് ഓഫ് എക്സ്പ്രഷൻ, അതുപോലെ തന്നെ അവർ പറയുന്നതും ചിലപ്പോൾ എല്ലാവരോടും എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും എഴുതാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ചിലർക്ക് ഇപ്പൊ വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള ആളുകൾ പറയാമെന്നായിരിക്കും പറയാം. ഓക്കെ, സോ ദെൻ പ്രൊമോട്ട് ഇറ്റ്. ദെൻ പ്രിപ്പറേഷൻ ഓഫ് സപ്ലിമെന്ററി സ്റ്റഡി മെറ്റീരിയൽസ്, അതുപോലെ തന്നെ ഇവർക്ക് കൊടുക്കാൻ അഡീഷണൽ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ ടീച്ചർക്ക് പ്രിപ്പയർ ചെയ്യാം. പ്രൊവൈഡ് അഡീഷണൽ എക്സസൈസസ് ഫോർ ഡീപ്പർ ലേണിംഗ്, അല്ലെ, അപ്പോൾ ഇവർക്ക് കുറച്ചും കൂടെ ഡീപ്പർ ലേണിംഗിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ എക്സസൈസസ് ഒക്കെ പ്രിപ്പയർ ചെയ്യാം. യൂസ് ഫ്ലാഷ് കാർഡ്സ്, ഇല്ലുസ്ട്രേഷൻസ് ആൻഡ് റെക്കോർഡഡ് ലെസൺസ്, അല്ലെ, ടീച്ചിങ് എയ്ഡ്സ് ആയിട്ട് ഇതൊക്കെ ഉപയോഗിക്കാം. ടൈലർ മെറ്റീരിയൽസ് ടു ഇൻഡിവിജ്വൽ ലേണിംഗ് സ്റ്റൈൽ, കുട്ടികൾക്ക് ഇൻഡിവിജ്വൽ ടീച്ചിങ് ആണ് കൊടുക്കേണ്ടത്, അതിനനുസരിച്ചിട്ട് തന്നെ ടീച്ചിങ് സ്റ്റൈലൊക്കെ മാറ്റുക. എൻഷുർ ആക്സസിബിലിറ്റി ഓഫ് ലേണിംഗ് ടൂൾസ്, അതുപോലെ തന്നെ ലേണിംഗ് ടൂൾസ് ഒക്കെ ആക്സസ് ചെയ്യുക, ഉപയോഗിക്കുക, ടെക്നോളജി ഉപയോഗിക്കുക, ക്ലാസ് റൂം ഇൻട്രസ്റ്റിംഗ് ആക്കുക. എൻകറേജിങ് എൻഗേജ്മെന്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, അങ്ങനെ സ്റ്റുഡന്റ് എൻഗേജ്മെന്റ് ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ കുട്ടികളുടെ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ എൻകറേജ് ചെയ്യുക, അതായത് അവർക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മൾ ക്ലാസ് എടുക്കുക, നമ്മുടെ ടീച്ചിങ് മെത്തഡോളജി ടൈലർ ചെയ്യുക അല്ലെങ്കിൽ ആൾട്ടർ ചെയ്യുക. ഡിസ്ക്രീറ്റ് പേഴ്സണൽ അസിസ്റ്റൻസ്, ഓഫർ ഇൻഡിവിജ്വൽ ഹെൽപ്പ് വിത്തൗട്ട് ഡ്രോയിങ് അറ്റൻഷൻ, അല്ലെ, എല്ലാ കുട്ടികൾക്കും, അല്ലെ, അതായത് ഇപ്പൊ നമ്മളോട് ചോദിച്ചില്ലെങ്കിലും എല്ലാ കുട്ടികളുടെ അടുത്തും എത്താനായിട്ട് ടീച്ചർ ശ്രമിക്കുക. വാരി സപ്പോർട്ട് ബേസ്ഡ് ഓൺ സ്റ്റുഡന്റ് നീഡ്സ്, അല്ലെ, ഓരോ കുട്ടിക്കും ഓരോ തരത്തിലുള്ള നീഡാണ് ഉണ്ടാവുക. അപ്പൊ അതനുസരിച്ചിട്ട് വേണം ടീച്ചർ കുട്ടിയുടെ അടുത്ത് ആ ഒരു കാര്യം റിസോൾവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ട് കൊടുക്കാനായിട്ട്. പിയർ ഹെൽപ്പേഴ്സ് ക്യാൻ അസിസ്റ്റ് ഇൻ ക്ലാസ് ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ മറ്റ് ടീച്ചേഴ്സിനും ഇതിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. എൻഷുർ ഇൻക്ലൂഷൻ, മറ്റ് ടീച്ചർക്ക് നമ്മളും അതുപോലെ മറ്റ് ടീച്ചേഴ്സിന്റെ ക്ലാസ്സിൽ പോവുക, അപ്പൊ ആ രീതിയിലുള്ള ഒരു കൊലാബറേറ്റീവ് ടീച്ചിങ് ആണെങ്കിൽ കുറച്ചും കൂടി ഇഫക്റ്റീവ് ആവും. എൻഷുർ ഇൻക്ലൂഷൻ വിത്തൗട്ട് ഐസൊലേഷൻ, കുട്ടികളെ ഒരിക്കലും ഒറ്റപ്പെടുത്തരുത്. ഓക്കെ, അത് ഏബിൾഡ് ആയാലും ഡിസേബിൾഡ് ആയാലും അവരെ ഇൻക്ലൂഡ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. പേഴ്സണലൈസ് ലേണിംഗ് വിത്തൗട്ട് സ്റ്റിഗ്മറ്റൈസേഷൻ, നമ്മൾ ഇങ്ങനെ ഇവരെ ഒരു എന്താ പറയാ വേറെ രീതിയിലുള്ള ആളുകൾ അല്ലെങ്കിൽ ഒരു മോശം ആളുകൾ എന്നുള്ള രീതിയിൽ കാണാതിരിക്കുക. അവരും സൊസൈറ്റിയുടെ ഒരു ഭാഗമാണ് എന്നുള്ള രീതിയിൽ അവരെ ഇൻക്ലൂഡ് ചെയ്യുക ടു ദ മെയിൻ സ്ട്രീം എഡ്യൂക്കേഷൻ. സമ്മറി, അപ്പൊ ടീച്ചറിന്റെ റോൾ എന്തൊക്കെയാണെന്നുള്ളതിന്റെ ഒരു സമ്മറിയാണ്. ഐഡന്റിഫൈ ആൻഡ് റെഫർ ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റീസ്, ആക്സെപ്റ്റ് ആൻഡ് സപ്പോർട്ട് ഓൾ സ്റ്റുഡൻസ്, അല്ലെ, ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളെയും നോൺ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളെയും അറ്റൻഡ് ചെയ്യുക ഒരുപോലെ. ഫോസ്റ്റർ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് എമംഗ് സ്റ്റുഡൻസ്, അതുപോലെ തന്നെ കുട്ടികളിൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുക, എസ്പെഷ്യലി ടുവാർഡ്സ് ദീസ് സ്റ്റുഡൻസ് വിത്ത് ഡിസബിലിറ്റീസ്. റിമൂവ് ഫിസിക്കൽ ആൻഡ് ആറ്റിറ്റ്യൂഡിനൽ ബാരിയേഴ്സ്, അല്ലെ, അതുപോലെ നമ്മൾക്ക് ഉണ്ടാവുന്ന ആറ്റിറ്റ്യൂഡ്, കുട്ടികൾക്ക് ഉണ്ടാവുന്ന ആറ്റിറ്റ്യൂഡും ചിലപ്പോൾ അവരെ തൊട്ടാ അവർ വീഴുമെന്ന് പേടിച്ചിട്ടായിരിക്കും തൊടാത്തത്, പക്ഷെ അതൊക്കെ മാറ്റി അവർ മിംഗ്ലിംഗ് നമ്മൾ മാക്സിമൈസ് ചെയ്യാം. ഇൻക്ലൂഡ് ഓൾ ഇൻ ക്ലാസ് റൂം ആക്ടിവിറ്റീസ് ആൻഡ് കരിക്കുലം, ആരെയും മാറ്റി നിർത്തരുത്, എല്ലാവരെയും ക്ലാസ് റൂം ആക്ടിവിറ്റികളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാം. ടീച്ചേഴ്സ് കൊളാബറേറ്റീവ് ആൻഡ് സപ്പോർട്ടീവ് ടാസ്ക് എന്തൊക്കെയാണ്? അഡാപ്റ്റ് ടീച്ചിങ് എയ്ഡ്സ് ആൻഡ് കരിക്കുലം, പ്രൊവൈഡ് പാരന്റൽ ഗൈഡൻസ് ആൻഡ് അവയർനെസ് പ്രോഗ്രാംസ്, അല്ലെ, കരിക്കുലം അതിനനുസരിച്ചിട്ട് മാറ്റണം, അതുപോലെ പാരന്റൽ അവയർനെസ് പ്രോഗ്രാമുകൾ ഉണ്ടാക്കണം. വർക്ക് വിത്ത് മെഡിക്കൽ ആൻഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പ്രൊഫഷണൽസ്, കാരണം ഇങ്ങനത്തെ കുട്ടികൾക്ക് എന്തെങ്കിലും മെഡിക്കൽ നീഡുകൾ വേണം, ആവശ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ടീച്ചർക്ക് അത് മനസ്സിലാവണം അല്ലെങ്കിൽ അറിയണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവർ ഡോക്ടേഴ്സോ അല്ലെങ്കിൽ മെഡിക്കൽ ടീമൊക്കെ ഇടയ്ക്ക് സ്കൂൾ ഒന്ന് വിസിറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. ഡെവലപ്പ് ഡയഗ്നോസ്റ്റിക് ടൂൾസ് ഫോർ ഇവാലുവേഷൻ, അതായത് എങ്ങനെയൊക്കെ കുട്ടികളിൽ ഡയഗ്നോസ്റ്റിക് ടൂൾസ്, അല്ലെ, എങ്ങനെയൊക്കെയാണ് കൂടുതൽ നന്നാക്കിയിട്ട് കുട്ടികളെ കുറച്ചും കൂടെ ഇംപ്രൂവ്ഡ് ആക്കാൻ പറ്റുക എന്നുള്ള രീതിയിൽ ടീച്ചർ ചിന്തിച്ചിരിക്കണം. ഓഫർ റെമഡിയൽ ഇൻസ്ട്രക്ഷൻ ആൻഡ് സപ്ലിമെന്റൽ മെറ്റീരിയൽസ്, അതുപോലെ തന്നെ റെമഡിയൽ ടീച്ചിങ്, അല്ലെ,
ഏതെങ്കിലും ടെസ്റ്റ് ഒക്കെ നടത്തി മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ റെമഡിയൽ ടീച്ചിങ്, അതുപോലെ തന്നെ സപ്ലിമെന്റൽ മെറ്റീരിയൽസ്, നമ്മൾ പറഞ്ഞില്ല ഓഡിയോ വിഷ്വൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാം. സോ what's our conclusion? Inclusive education requires a structured classroom management. That's very important. Classroom management is very important in inclusive education. Teachers must engage all students actively. Personalized attention should be given. Families and communities are key partners. Effective instruction needs clear rules and transitions. അതുപോലെ തന്നെ ട്രാൻസിഷൻ, ഒരു മാറ്റം ഉണ്ടാവണം അല്ലെ നമ്മുടെ ടീച്ചിങ് മെത്തേഡിൽ. കൊളാബറേഷൻ ഈസ് എസെൻഷ്യൽ ടു ഇൻക്ലൂസീവ് സക്സസ്. അതുപോലെ തന്നെ ഒരു കൊളാബറേറ്റീവ് വർക്കാണ് ടീച്ചേഴ്സും പാരന്റ്സും മാനേജ്മെന്റും കമ്മ്യൂണിറ്റിയും സൊസൈറ്റിയും എല്ലാവരും തമ്മിലുള്ള ഒരു കൊളാബറേറ്റീവ് എഫേർട്ടാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ സക്സസ്ഫുൾ ആക്കാനായിട്ട് വേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ദിസ് ഈസ് ദ ഫൈനൽ യൂണിറ്റ്. അപ്പോൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്താണ്, അതിന്റെ ആവശ്യകത എന്താണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. അതുപോലെ തന്നെ നമുക്കറിയാം ഈ കുട്ടികളെ, അതായത് ഒരിക്കലും നിങ്ങൾ നാളെ ടീച്ചേഴ്സ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ ഒരിക്കലും മാറ്റി നിർത്തരുത്. അവരെ മറ്റുള്ള കുട്ടികളെ മെയിൻ സ്ട്രീം എഡ്യൂക്കേഷനിലേക്ക് കൊണ്ടുവരിക, മറ്റുള്ള കുട്ടികളെയും അതിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. Okay, thank you once again.